ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ആരെങ്കിലും ചോക്ലേറ്റ് ഉണ്ണിയപ്പം കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് റെഡിയാക്കാം ഗായ്സ്. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ്. ഞാൻ നേരത്തെ ഇത് ട്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് അതിലേറെ ഇഷ്ടപ്പെടും. അപ്പം നമുക്കിവിടെ റെഡിയാക്കിയാലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ഡാർക്ക് ഹാൻഡ് മെയ്ഡ് കോമ്പൗണ്ടാണ്. ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ കേക്ക് റെഡിയാക്കുന്ന വേറെ ബ്ലാക്ക് കോമ്പൗണ്ടൊക്കെ ഉണ്ടല്ലോ, അത് അല്ലെങ്കിൽ ചോക്ലേറ്റ് ആയാലും മതിയാവും. അപ്പം ഞാൻ ഇതിൻ്റെ നേരെ പകുതിയുടെ പകുതി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഒരു ബോളിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് പാലും കുറച്ച് അധികം പാലും ഒഴിച്ചു കൊടുത്ത് ഒന്ന് മെൽറ്റ് ആകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഫ്ലെയിം ഓണാക്കി കടായിൽ കുറച്ച് ഏതെങ്കിലും ഒരു പാത്രത്തിലായാലും കുറച്ച് വെള്ളം വെച്ച് നന്നായിട്ട് ഹീറ്റ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ആക്കരുത്. എന്നിട്ട് ഞാനിവിടെ വേറൊരു സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മെൽറ്റാക്കി എടുക്കുകയാണ് നമ്മുടെ ചോക്ലേറ്റും പാലും കൂടെ. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഒത്തിരി തണുക്കാൻ പാടില്ല, ചൂടോട് തന്നെ കൂടെ ഞാനിവിടെ ഒരു കട്ടോരി അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാനിവിടെ ഒരു 1/4 സ്പൂൺ സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 സ്പൂൺ കോൺഫ്ലോർ എടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് ബാറ്റർ നന്നായിട്ടൊന്ന് നമ്മുടെ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ടായാലും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്നും തരി പോലൊന്നും കാണാൻ പാടില്ല. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൈഡിലായിട്ട് മാറ്റി വെക്കുവാന്ന് 10 മിനിറ്റത്തേക്ക്. അപ്പോഴത്തേക്ക് ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കുറച്ച് പച്ചത്തേങ്ങ, നിങ്ങളുടെ പച്ചത്തേങ്ങ ഇല്ലെങ്കിൽ ഉണങ്ങിയ തേങ്ങയൊക്കെ കാണത്തില്ലേ, അതായാലും കട്ട് ചെയ്തിട്ടാലും മതിയാവും. നിങ്ങൾക്ക് വേണ്ടത് ബ്ലാക്ക് മുന്തിരിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ ഒന്ന് നെയ്യിടാത്ത ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതും കൂടെ ബാറ്ററിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ നമ്മുടെ ഈ അച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണിയപ്പത്തിൻ്റെ. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ കോക്കനട്ടിൻ്റെയോ അല്ലെങ്കിൽ പിന്നെ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് ഏതാ വേണ്ടത്, നെയ്യിടാത്തും ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ മാത്രമേ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഫുള്ള് ഞാൻ ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അതിന് ശേഷം അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഓരോ ഹോളിലേക്കും ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാ ഹോളിലേക്കും കൂടി നമ്മുടെ ബാറ്റർ ഇവിടെ ഒഴിച്ചു കൊടുത്ത് അതിനുശേഷം ഇവിടെ ഒരു സൈഡ് നമ്മുടെ ചോക്ലേറ്റ് ഉണ്ണിയപ്പം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്ന് സ്പൂണ് കൊണ്ട് ഒന്ന് മെല്ലെ ഒന്ന് തിരിച്ചിടുകയാണ് ഗായ്സ്. അപ്പം ഞാൻ അങ്ങനെ ഇതെല്ലാം കൂടി തിരിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് പൊട്ടും എടുക്കും ഒന്നും ആയിട്ടില്ല. അപ്പം നമ്മുടെ ഇവിടെ ചോക്ലേറ്റ് ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം നമ്മൾ അതിൽ ബാലൻസ് ഉള്ള ആ ഓയിലിൽ തന്നെ ഞാനിവിടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിലും കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ സെക്കൻഡ് ഇരിക്കുന്ന ബാറ്റർ അത് ബാച്ചായിട്ട് നമുക്ക് അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ അതും കൂടെ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗായ്സ്. കാണാനും ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നിങ്ങളിതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളാരും കമൻറ്റ് ചെയ്യാതിരിക്കരുത്. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, ബൈ.